നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ പാർട്ട്ണറുടെ മൂഡ് ഓഫ് മാറ്റാൻ അത്ര ഇൻട്രസ്റ്റ് കാണില്ല അല്ലേ? പാർട്ട്ണറുടെ പ്രോബ്ലം കൂടി കേട്ടാൽ അതൊരു അഡീഷണൽ ബേർഡൻ ആയിട്ട് തോന്നാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് പോലും ചോദിക്കാൻ നിങ്ങൾക്ക് മടിയായേക്കാം. നമ്മൾ ഈ സിനിമയിലൊക്കെ ഒരു ഡയലോഗ് പറയണ കേട്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാത്തിനും സമയമുണ്ട്, ബട്ട് എൻ്റെ കാര്യം കേൾക്കാൻ മാത്രം സമയമില്ല. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഓൾറെഡി ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് മാറ്റാനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ അതോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആയിരിക്കും ആവശ്യം. എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രസൻസോ ആയിരിക്കും ആവശ്യമുണ്ടാവുക. ഈ ഡിഫറൻസസ് ഇൻ ഇമോഷണൽ നീഡ്സ് പാർട്ട്നേഴ്സ് പരസ്പരം മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് ഈ ഡിഫറൻസസ് ഇൻ ഇമോഷണൽ നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. നിങ്ങളുടെ പ്രോബ്ലവും നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രോബ്ലവും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇമോഷണൽ കപ്പാസിറ്റി. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പ്രോബ്ലം മുഴുവനായി മാറ്റി ഒരു ഷെൽഫിട്ട് വെച്ചിട്ട് സിറ്റുവേഷൻ്റെ എർജൻസി മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ട്ണറുടെ നീഡ് എന്താണോ അതിനു വേണ്ടി ഫുള്ളി ഇമോഷണലി അവൈലബിൾ ആയിരിക്കേണ്ടി വരും. ആസ് എ പാർട്ട്ണർ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഓൾവേസ് പ്രിപ്പയർഡ് ആയിരിക്കുക. ആൻഡ് എപ്പോഴും ഒരു അഡീഷണൽ ഇമോഷണൽ സ്പേസ് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇടുന്ന ടൈം, എഫേർട്ട്, തോട്ട്സ് അതെല്ലാം നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലാക്കാൻ പറ്റുകയും അത് അക്നോളജ് ചെയ്യുകയുമാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.